ओके प्रभु। जय ശരി പ്രഭു. माधव जय कुंज बिहारी जय गोपीजन वल्लभ गिरिवरधारी जय राधा माधव जय कुंज बिहारी जय गोपीजन वल्लभ जय गिरिवरधारी यशोतनंदन ब्रज जनरन यशोतनंदन ब्रज जनरंजन यमुना तीरा वनचारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभुपदा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा नित्य गौर हरिबो हरिबो नित्य गौर हरिबो नित्य गौर हरिबो 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 नित्य गौर हरिबो की जय श्रीमद् भागवतम की जय ഹരേ കൃഷ്ണ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാഗവതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഭാഗവതം ഫസ്റ്റ് കാൻഡോ നാലാമത്തെ അധ്യായം 13ാമത്തെ ശ്ലോകം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കാണാനുണ്ടായി, കേൾക്കുകയുണ്ടായി. നമ്മൾ ഭക്തന്മാർ വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്തു, ഡിസ്കസ് ചെയ്തു. സുഖദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, ഇത്രയും നല്ല രാജാവായിരുന്നിട്ടും അത് എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട്, രാജ്യങ്ങളെല്ലാം വിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വന്നത്, എല്ലാം ഉപേക്ഷിച്ച് പോയി എന്നുള്ള അങ്ങനെ ക്വസ്റ്റ്യൻസ് ശൗനക മുനിയുടെ നേതൃത്വത്തിലുള്ള ഭക്തന്മാർ, ശൗനക മുനി, സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. സൂത ഗോസ്വാമി ഓരോരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സുഖദേവ് ഗോസ്വാമി വരുന്നതും അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസും, അങ്ങനെ സുഖദേവ് ഗോസ്വാമിയെ പറ്റിയാണ് ആക്ച്വലി കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും പരീക്ഷിത് മഹാരാജിനെ പറ്റിയും ക്വസ്റ്റ്യൻസും അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ 13ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പ്രഭുപാദിന്റെ ട്രാൻസ്ലേഷൻ എന്നും പറപ്പെട്ടെന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാം, നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അതിനകത്തുണ്ടോ, അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ പ്രഭുപാദും നമുക്ക് ആചാര്യന്മാരും നമ്മൾ ഗുരുമഹാരാജൻ പറഞ്ഞു തന്നത് പോലെ ഇന്ന് നമ്മൾ ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ 8 to 8:45 നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അത് നമ്മളെ കോർപ്പറേറ്റ് രീതിയിൽ പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും, അത് നമുക്ക് ഈ 8 to 8:45 എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഭഗവാന്റെ അടുത്തും ഗുരുമഹാരാജിന്റെ അടുത്തും പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാനുള്ള നോളജ് കിട്ടട്ടെ, അതിനുള്ളൊരു ചാൻസ് ഭഗവാനും ഗുരുമഹാരാജും എല്ലാ വൈഷ്ണവരും നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും ഭഗവാനെ
ഭഗവാന്റെ നമ്മുടെ ഹൃദയകമലങ്ങളിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ ഈ നോളജ് കിട്ടാനായിട്ട് 3 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതി സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം. യത്കൃപാദമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം വായിക്കാം. അതിനുശേഷം നമുക്ക് വേർഡ് ബൈ മീനിങ് വായിക്കാം, ട്രാൻസ്ലേഷൻ വായിക്കാം. തത്സർവം ന സമാചക്ഷ്വ തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യത് ഇഹ കിഞ്ചന പൃഷ്ടോ യത് ഇഹ കിഞ്ചന മന്യേ ത്വം വിഷയേ വാചാം മന്യേ ത്വം വിഷയേ വാചാം സ്നാതം അന്യത്ര ഛന്ദസാ സ്നാതം അന്യത്ര ഛന്ദസാ. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യത് ഇഹ കിഞ്ചന മന്യേ ത്വം വിഷയേ വാചാം സ്നാതം അന്യത്ര ഛന്ദസാ. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യത് ഇഹ കിഞ്ചന മന്യേ ത്വം വിഷയേ വാചാം സ്നാതം അന്യത്ര ഛന്ദസാ. വേർഡ് ബൈ മീനിങ്. ശ്രീല പ്രഭുപാദ് കി ജയ്. തത് ആ സർവം സർവം ന ഞങ്ങൾക്ക് സമാചാക്ഷ സുവ്യക്തമായി വിശദീകരിക്കുക. പൃഷ്ടോ അന്വേഷിച്ചു, യൽ ഇഹ ഇതിൽ, കിംചന അതൊക്കെ, മന്യേ ഞങ്ങൾ വിചാരിക്കുന്നു, ത്വാം താങ്കൾ, വിഷയേ എല്ലാ വിഷയങ്ങളിലും, വാചാം പദങ്ങളുടെ അർത്ഥം, സ്നാതം പൂർണ്ണ പരിചിതമായി, അന്യത്ര അന്യത്ര അഥവാ ഒഴികെ, ഛാന്ദസാൽ വേദഭാഗം. പ്രവർത്തനം ശ്രീ പ്രഭുപാദ് കി ജയ്. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളെയും പൊരുളിൽ താങ്കൾ സർവവിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ കി ജയ്. വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബ്രാഹ്മണരും പരിവ്രജകാചാര്യന്മാരും തമ്മിലുള്ളതിന് സമാനമാണ്. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ചില സത്കർമ്മയജ്ഞങ്ങൾ നിർവഹിക്കേണ്ടവർ ബ്രാഹ്മണരാണ്. എന്നാൽ ഏവർക്കും അതീന്ദ്രിയ ജ്ഞാനം പ്രസരിപ്പിക്കുകയാണ് പരിവ്രജ ആചാര്യന്മാർ അഥവാ പണ്ഡിത പ്രാസംഗികരുടെ ലക്ഷ്യം. വേദമന്ത്ര ഉച്ചാരണത്തിൽ ബ്രാഹ്മണരുടെ എത്രത്തോളം വിദഗ്ധരല്ല എല്ലായ്പ്പോഴും പരിവ്രജക ആചാര്യന്മാർ. അതേസമയം വേദ ആചാര അധികാരികളായ ബ്രാഹ്മണർ അണുവിട വ്യത്യാസമില്ലാതെ സ്വരാഘാതം സാമ്പ്രദായികമായി പരിശീലിക്കുന്നു. എങ്കിലും സദാ ചുറ്റി സഞ്ചരിക്കുന്ന പ്രഭാഷകരെക്കാളും അധികം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് കൽപ്പിച്ചിട്ടില്ല. ഒരേ ലക്ഷ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ ദ്യോതിപ്പിക്കുന്നവരാകയാൽ അവർ ഒരേ സമയം ഏകരും വിഭിന്നരുമാണ്.
പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എന്താണോ വിശദീകരിക്കുന്നത് അവയും വേദമന്ത്രങ്ങൾ തമ്മിലും യാതൊരു വ്യത്യാസവുമില്ല. സാമവേദം, അഥർവവേദം, ഋഗ്വേദം, യജുർവേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുക്കൾ തുടങ്ങിയ സർവവേദങ്ങളും പരമപുരുഷന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നും നിർഗമിച്ചവയാണെന്ന് മധ്യാന്തിന ശ്രുതിയിൽ പ്രസ്താവിച്ചിരിക്കുന്നതായി ശ്രീല ജീവ ഗോസ്വാമി അഭിപ്രായപ്പെടുന്നു. വേദമന്ത്രങ്ങളിൽ അധികവും പ്രണവ ഓംകാരത്തിൽ ആരംഭിക്കുന്നുവെന്ന ഏക വ്യത്യാസമാണുള്ളത്. മാത്രവുമല്ല, വേദമന്ത്രങ്ങളുടെ ഛന്ദോബദ്ധമായ ഉച്ചാരണത്തിന് പരിശീലനം ആവശ്യമായി തീരുന്നു. എന്നാൽ ഇവയൊക്കെ ശ്രീമദ് ഭാഗവതം വേദമന്ത്രങ്ങളെക്കാളും പ്രാമുഖ്യം കുറഞ്ഞതാണ് അർത്ഥമാക്കുന്നില്ല. പൂർവമായി പ്രസ്താവിച്ചതുപോലെ സർവവേദങ്ങളുടെയും പരിപക്വമായ ഫലമാണ് ശ്രീമദ് ഭാഗവതമെന്ന് പ്രതിലോമമായി ഉദ്ഘോഷിക്കുന്നു. മുമ്പേ തന്നെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയായിരുന്നിട്ടും പരമോത്കൃഷ്ടനും പരിപൂർണ മുക്താത്മാവുമായ ശ്രീ ശുകദേവ ഗോസ്വാമി ഭാഗവത അധ്യയനങ്ങളിൽ നിമഗ്നനായിരുന്നു. ശ്രീ ശുകദേവ ഗോസ്വാമിയുടെ കാലടികളെ പിന്തുടരാൻ ശ്രീ സൂത ഗോസ്വാമി ഛന്ദോബദ്ധമായ വേദമന്ത്ര ഉച്ചാരണത്തിൽ വിദഗ്ധനല്ല എന്ന ഏക കാരണത്താൽ അദ്ദേഹത്തിന്റെ പദവിയെ ലവലേശം പ്രാമുഖ്യം കുറഞ്ഞതായി കരുതരുത്. ഛന്ദോബദ്ധമായ ഉച്ചാരണം യഥാർത്ഥ സാക്ഷാത്കാരത്തെക്കാളധികം പരിശീലനത്തെയാണ് അടിസ്ഥാനമാക്കുന്നത്. തത്ത പറയുന്നത് പോലെയുള്ള ഉരുവിടലിനേക്കാൾ അതിരേകമായ പ്രാധാന്യം സാക്ഷാത്കാരത്തിനാകുന്നു. ശ്രീല പ്രഭുപാദ കീ ജയ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകേന തസ്മൈ ശ്രീ ഗുരുവേ ഇഷ്ടം സത്യം ജ്ഞാന ദേഹം ശ്രീഗുരു ശ്രീപദം ശ്രീഗുരം വൈഷ്ണവാംശ ജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദീപം ശ്രീ രാധാകൃഷ്ണൻ ലളിതാ ശിക്ഷാകം ഹരേ കൃഷ്ണ കരുണാ സിന്ധുദീനം അഞ്ജന ജയ ശ്രീകൃഷ്ണ പ്രണത്യാനന്ദ ശ്രീ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് ട്രാൻസ്ലേഷനിൽ പ്രഭാത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം നോക്കാം. അതിനുശേഷം അതിൻ്റെ ഉൾപ്പൊരുളിലേക്ക് നമുക്ക് നോക്കാം. വിവർത്തനം. ട്രാൻസ്ലേഷനിൽ പ്രഭുപാദ് പറയുന്നത്, ചില വേദ ഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. ഇപ്പോൾ സൂത ഗോസ്വാമിയുടെ അടുത്ത് ശൗനകമുനികള് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ശൗനകമുനിയുടെ അടുത്ത് പറയുന്നത്, താങ്കള് വേദങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് അതിന്റെ മീറ്ററിലും അതിന്റെ രീതിയിലും പ്രഭുപാദ് താഴോട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണോ അത് പറയുന്നത്, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാത്തിലും താങ്കൾക്ക് നോളേജ് ഉള്ളതാണ്, നല്ല രീതിയിൽ അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് തീർച്ചയായും നമുക്ക് ആൻസർ പറഞ്ഞു തരാൻ പറ്റും എന്ന് ശൗനകമുനികൾ പറയുന്നു. ഇപ്പോ പ്രഭുപാദ് ഞാനൊരു ഭക്തന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്. നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണോ ഈശോപനിഷത്താണോന്ന് അറിയത്തില്ല. ഇപ്പൊ പ്രഭുപാദ് ആ ബുക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രഭുപാദ് ഒരു ഡിസ്കഷൻ, ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു പ്രഭുപാദിന്റെ. ആ ഒരു കോൺവെർസേഷൻ അത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു കോൺവെർസേഷൻ നടന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒരു പ്രഭാഷണം കൊടുക്കുന്നു, നല്ലൊരു ഡിസ്കഷൻ നടത്തിയായിരുന്നു. അപ്പൊ ആ ഡിസ്കഷൻ ആണ് ആ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈശോപനിഷത്തിന്റെ 2 ബുക്കിൽ ഏതോ ഒരു ബുക്കിന്റെ
തുടക്കമായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രഭുപാദ് അതിൽ പറയുന്നത്, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുകയാണ് ഭക്തന്മാർ തമ്മിൽ, അല്ലെങ്കിൽ ഒരു സ്കോളർലി പീപ്പിൾ തമ്മിൽ, അറിവുള്ള ആളുകൾ തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കോളർലി കമ്മ്യൂണിറ്റി എന്നാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, അവിടെ എപ്പോഴും നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റേഴ്സ്, വേദങ്ങളും പുരാണങ്ങളും കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രഭുപാദ് അവിടെ പറയുന്ന വേദം വേദം എന്ന് പറയുമ്പോൾ വേദത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞ വാക്ക് അതെന്ന് പറഞ്ഞാൽ നോളേജ്, അറിവെന്നാണ് പറയുന്നത്. അപ്പൊ പ്രഭുപാദ് ഇവിടെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നുണ്ട്, ആം, ആ, ഈ ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ പരിവ്രജകാചാര്യന്മാരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. എന്നാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒരേ ഗോളിലേക്ക് പോകുന്ന വഴികൾ തന്നെയാണ്, എന്നാൽ അത് ഡിഫറൻറ്റുമാണ്. ഇതിൽ ഒരു വേർഡും കൂടെ പറയാനുണ്ട്, സ്നാതം എന്ന് പറയുന്ന ഫുള്ളി അക്വന്റഡ്, നോളേജ്, ഫുൾ നോളേജ് കിട്ടിയെന്ന് പറയും. നമ്മളിപ്പം സ്നാതക ഗ്രാജുവേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സ്നാതകം എന്ന് വെച്ചാൽ അറിവ് നമ്മൾ നേടി എന്നുള്ള ആ മീനിങ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വേർഡ് ഈ ശ്ലോകത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, സ്നാതം എന്ന് പറയുന്നത്, അത് അറിവ് എടുത്തു എന്നുള്ളത്. പ്രഭുപാദ്, നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രഭുപാദിന്, നമ്മളിപ്പോ പ്രഭുപാദ് നമുക്ക് ഇത്രയും വളരെ മനോഹരമായ രീതിയിൽ ഭാഗവതം തന്നു. നമ്മൾ ഒരു കമ്പാരിസൺ ഇവിടെ ചെയ്യണം. കമ്പാരിസൺ അല്ലെങ്കിൽ നമ്മൾ ഒരു സിമിലാരിറ്റി, ഒരേപോലെ ഇരിക്കുന്ന, ഉപമ എന്നൊക്കെ പറയുന്നത് ഒരേപോലെ ഇരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് പരീക്ഷിത് മഹാരാജാവ് ശാപം കിട്ടുന്നു, ശൃംഗി ശാപം കൊടുക്കുന്നു. അദ്ദേഹം അത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഐശ്വര്യ മാതാജി പറഞ്ഞതുപോലെ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അതായത് അദ്ദേഹത്തിന് അറിയാം 7 ദിവസം കൊണ്ട് മരിക്കും. അപ്പൊ അദ്ദേഹം ഈ 7 ദിവസവും ഭക്ഷണവും ജലവും ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് റാപ്റ്റ് അറ്റൻഷനോടുകൂടി, ഈ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗുരുമഹാരാജും ഭയങ്കരമായിട്ട് പറയും, റാപ്റ്റ് അറ്റൻഷൻ. അത് വളരെ ശ്രദ്ധയോടുകൂടി, ഒരു അണ്ണു വിട്ട പോലും ഉറക്കം വരാതെയോ ഒന്നും വരാതെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റാപ്റ്റ് അറ്റൻഷനോട് കൂടി നമ്മളിത് കേൾക്കണം എന്ന് പറയും. അപ്പൊ ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ഇരിക്കുന്നു, എന്താണ്, അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ശുകദേവ് ഗോസ്വാമി എങ്ങനെയായിരുന്നു? ഡ്രസ് ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മായയിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. ഇതിനു മുന്നേ നമ്മുടെ പ്രഭു ഇന്നലെ ക്ലാസ് എടുത്ത പ്രഭുവിന്റെ മുന്നത്തെ ക്ലാസ് അദ്ദേഹം നമ്മൾ യാത്ര ചെയ്യുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ഓരോ ക്വാളിറ്റീസ് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന് വന്നിട്ട് അദ്ദേഹം ഇത്രയും മുക്തനായിരുന്നിട്ട് കൂടിയും അദ്ദേഹം മായ അഫക്റ്റ് ചെയ്യാതിരിക്കുന്നതിനായിട്ട് അദ്ദേഹം ഭയങ്കര ശ്രദ്ധാലുവായിരുന്നു. എൻ്റെ ഒരു അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ചോപ്പാട്ടി ടെമ്പിൾ ഒരു ഡിവോട്ടി ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു യുദ്ധത്തിന് പോകുന്നത് പോലെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യും. എന്താണ്? ആദ്യം അവർ വന്നിട്ട് അവര് പഠിപ്പിക്കും, ബേസിക് ആയിട്ടുള്ള നോളജ് കൊടുക്കും. ഒരു സൈനികന്, ഒരു പട്ടാളക്കാരൻ ബേസിക് ആയിട്ടുള്ള നോളജ് കൊടുക്കും. അത് കഴിഞ്ഞ് ഫിസിക്കലി ഫിറ്റ് ആക്കും, ട്രെയിൻ ചെയ്യിക്കും, എക്യുപ്മെന്റ്സ് എല്ലാം ട്രെയിൻ ചെയ്യിക്കും. അത് കഴിഞ്ഞതിന് ശേഷം റാപ്റ്റ് അറ്റൻഷനാണ്. ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് എന്താണ്, ആരെങ്കിലും വരുന്നുണ്ടോ, ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരെ എതിർക്കാനായിട്ട് റാപ്റ്റ് അറ്റൻഷനോട് നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് ആ ഒരു ഭക്തൻ പറയുന്നുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്? നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഭഗവത്ഗീത, ഭാഗവതം ഇങ്ങനെയുള്ള ബുക്കെല്ലാം വെച്ചിട്ട് നമ്മൾ ആ നോളേജ് എടുക്കും. ഡിവോട്ടി അസോസിയേഷൻ ഇതെല്ലാം കിട്ടിയിട്ട് നമ്മൾ സാധനം എല്ലാം ചെയ്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്യും. ഇനി അടുത്ത എല്ലാ ഡിവോട്ടീസിനും വേണ്ട ഒരു കാര്യം റാപ്റ്റ് അറ്റൻഷൻ ആണ്. അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ എങ്ങനെയാണോ ശുകദേവ് ഗോസ്വാമി പറഞ്ഞപ്പോൾ റാപ്റ്റ് അറ്റൻഷനോട് കൂടി പരീക്ഷിത് മഹാരാജാവ് കേട്ടത്, അതുപോലെ തന്നെ ആരാണ്? സൂത ഗോസ്വാമി അതേ അറ്റൻഷനോടുകൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. വൈഷ്ണവരുടെ പാദങ്ങളിൽ നമുക്ക് മനസ്സിൽ ആലോചിച്ചിട്ട് നമുക്ക് നമസ്കരിക്കാം.
നമുക്കും ആ ഒരു അറ്റൻഷൻ നമ്മുടെ ലൈഫിൽ കിട്ടട്ടെ എന്നുള്ളത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഓരോ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കി, മഹാരാജ് പറയുന്നത് നമ്മൾ ഓരോ വരികളിലിടയും റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറയും. ഓരോ വരികൾക്കിടയിലുള്ളതും വരികളിലും പ്രഭുപാദ് എന്തുകൊണ്ട് ഈ വാക്ക് ഭാഗവത്തിൽ യൂസ് ചെയ്തു, എന്തുകൊണ്ട് സ്നാദം എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ നമ്മളൊന്ന് റിസർച്ച് ചെയ്യാൻ നോക്കണം, നമ്മളത് മനസ്സിലാക്കാൻ നോക്കണം. കുറേശ്ശെ കുറേശ്ശെ കഴിയുന്ന, ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ക്ലിയർ ആവില്ല, പക്ഷെ കുറേശ്ശെ കഴിയാൻ നേരത്ത് വൈഷ്ണവരുടെ കാരണം കൊണ്ട് കൂടുതൽ നമുക്ക് ഭക്തന്മാരോട് സംസാരിക്കുക, ഒരുപാട് ഭാഗവതം പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ കാലചക്ര പ്രഭുണ്ട്, നമുക്ക് വൈഷ്ണവ പ്രഭുണ്ട് ചോദിക്കാം, ദേവി പ്രഭുണ്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോരോ ഭാഗവത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡിവോട്ടീസിനോട് നമ്മൾ ചോദിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കാൻ നോക്കാം. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ സിമിലാരിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ശിവദേവ ഗോസ്വാമി അദ്ദേഹം വന്നു ഗംഗയുടെ തീരത്ത് ഒരു മരത്തിന്റെ കീഴിലിരുന്നിട്ട് അദ്ദേഹം ഭാഗവതം പറഞ്ഞു കൊടുത്തു. 7 days, 7-day night. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇരുന്ന സമൂഹത്തിനും അവിടെ ഇരുന്ന സന്യാസിമാർക്കും രാജർഷിമാർക്കും എല്ലാവർക്കും അതിന് നേട്ടം ഉണ്ടായി. അതിന് പുറമേ ശുകദേവ ഗോസ്വാമി പറഞ്ഞ അതേ ഭാഗവതമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്കും അതിന്റെ നേട്ടം ഉണ്ടായി. നമ്മൾ പ്രഭുപാദിന്റെ കാര്യം നോക്കിയാൽ, ന്യൂയോർക്കിൽ പ്രഭുപാദ് ഒറ്റയ്ക്ക്, നമുക്കറിയാം 40 രൂപയും കൊണ്ട് പ്രഭുപാദ് പോയി, 2 തവണ അറ്റാക്ക് വന്നു, ഇതെല്ലാം പെയിൻ എടുത്തിട്ട് അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം നേരെ ന്യൂയോർക്കിൽ പോയി, അവിടെ താമസിച്ചു, നേരെ പാർക്കിൽ പോയി, ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കർത്താൽ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കീർത്തനം ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അദ്ദേഹം അങ്ങനെ അവിടെ ഇരുന്ന് പാടിയപ്പോ, എങ്ങനെയാണോ ശുകദേവ ഗോസ്വാമി ഗംഗാതീരത്ത് മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട്, ആ മരത്തിന്റെ കീഴിൽ ഇരുന്നിട്ട് എങ്ങനെയാണോ ഭാഗവതം പറഞ്ഞു കൊടുത്തത്, ഫ്യൂച്ചർ തലമുറ അത് കൊടുത്തത്, അതുപോലെ പ്രഭുപാദ് ആ മരത്തിന് മുകളിൽ നിന്ന് കീർത്തനം ചെയ്താണ് നമ്മളെല്ലാവരുടെ ലൈഫ് നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരുടെ ലൈഫ് ചേഞ്ച് ആയി. പ്രഭുപാദ് ന്യൂയോർക്കിൽ ആ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് കീർത്തനം ചെയ്തതാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫും കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. അപ്പോൾ നമ്മൾ ആ ഒരു സിമിലാരിറ്റി നോക്കണം. എങ്ങനെയാണോ ശുകദേവ ഗോസ്വാമി ബാക്കിയുള്ള ഫ്യൂച്ചർ തലമുറയ്ക്ക് വേണ്ടി ചെയ്തത്, എന്താണ് പ്രഭുപാദ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നമ്മൾ ഇവിടെ ഒന്ന് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ആ സിമിലാരിറ്റി നമ്മളൊന്ന് നോക്കണം. ഓക്കെ, ആചാര്യന്മാർ എന്താണോ പറഞ്ഞതെന്ന് പ്രഭുപാദ് നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചു തന്നു. ഇനി നമ്മുടെ ഊഴമാണ്. നമുക്കിപ്പോ പ്രഭുപാദ് നമുക്ക് തന്നു, നമ്മളിപ്പോ ഈ പരമ്പരയിലാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു തരുന്ന പോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മളെ സൈഡിൽ നിന്ന് എടുക്കണം. അത് നമ്മളെ സൈഡിൽ നിന്ന് ഡിലേ ആക്കരുത്. ശുഭസ്യ ശീഘ്രം. നമ്മൾ എല്ലാം പെട്ടെന്ന്, നല്ല കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നാണ്. അപ്പൊ ഇവിടെ പ്രഭുപാദ് വേദങ്ങളിലും പുരാണങ്ങളും ബ്രാഹ്മണന്മാരും പരിവ്രജകാചാര്യന്മാരും തമ്മിൽ ഡിഫറൻസ് പറയാനുണ്ട്. വേദങ്ങൾ എന്ന് പറയാൻ നേരത്തെ അതൊരു സെപ്പറേറ്റ് ഒരു മീറ്ററിൽ കറക്റ്റ് അളവിൽ ഛന്ദസ് അതിന്റെ എല്ലാം നോക്കി കറക്റ്റായിട്ട് നമ്മൾ പാടണം. അതാണ് വേദങ്ങളുടെ ഒരു പ്രത്യേകത. അത് പിന്നെ പർട്ടിക്കുലർലി കുറെ കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം. പുരാണങ്ങൾ എന്ന് വെച്ചാൽ കോൺവെർസേഷൻസ് ആണ്, ഡിസ്കഷൻസ് ആണ്, ബേസിക്കലി സംവാദങ്ങളാണ്. സംവാദങ്ങളിനകത്ത് സംവാദങ്ങളാണ്, പക്ഷെ റൂളുകളൊന്നുമില്ല. എന്നാൽ രണ്ടും ഒരേ ഗുണമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പരിവ്രജകാചാര്യ എന്ന് വെച്ചാൽ, വ്രജ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ടു വാക്ക്, നടക്കുക എന്നാണ്. പരിവ്രജകാചാര്യ എന്ന് വെച്ചാൽ പരിവ്രജകാചാര്യന്മാർ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രേംധനി പറയുമ്പോൾ ജയവും വിശ്വാദ് പരമഹംസ പരിവ്രജകാചാര്യ അഷ്ടോത്തര ശാസ്ത്രീയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമിശീല പ്രഭുപാദ് എന്നാണ് പറയുന്നത്. പരിവ്രജകാചാര്യ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെപ്പോഴും നടന്നുകൊണ്ടിരിക്കും, അവരൊരു സ്ഥലത്ത് നിൽക്കില്ല. അതിന്റെ എക്സാമ്പിൾ ശുകദേവ ഗോസ്വാമി തന്നെ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അത് ഒരു സ്ഥലത്ത് ഒരിക്കലും നിൽക്കത്തില്ല. ഒരു വീട്ടിൽ എത്ര സമയം നിൽക്കും? ഒരു പശുവിനെ കറന്ന് പാലെടുക്കുന്ന അത്രയും സമയം മാത്രമേ അത് ഒരു സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. എവിടെ പോയാലും അതേ അത്ര സമയത്തെ നിൽക്കുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് നമുക്കും ഒരു സമയത്ത്, അല്ലെ, നമുക്കും ആ ഒരു ടൈം വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് നമുക്കിവിടെ ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഗുരുക്കന്മാരായാലും നമ്മുടെ പ്രഭുപാദായാലും കാണിച്ചു തന്നിട്ടുണ്ട്. അവരും എപ്പോഴും വേൾഡ് ടൂറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്തിനാണ് വേൾഡ് ടൂറിൽ പോകുന്നത്? ഈ ഹരിയുടെ തിരുനാമം ഈ ഇത്രയും
വളരെ സീക്രട്ട് ആയിട്ടുള്ള നോളജ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് ആ സർക്കിളിൽ നിന്ന് നമ്മൾ മാറി പുറത്തോട്ട് വരണം, രക്ഷപ്പെടണം എന്നുള്ള അതൊന്ന്. രണ്ട്, ഭഗവാന്റെ പ്രേമഭക്തി കിട്ടണം. ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ പ്രേമഭക്തി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് ആ ഒരു നോളജ് പാസ് ചെയ്തത്, അത് നമ്മൾ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പ്രഭുപാദ് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഒരു കോട്ട്, ഐ ഡോണ്ട് ഹാവ് എനി ബിസിനസ് വിത്ത് കൃഷ്ണ, ബട്ട് ഐ ഡു ഹാവ് ബിസിനസ് വിത്ത് മൈ ഗുരുദേവ്. അദ്ദേഹം പറഞ്ഞ് ഞാനും കൃഷ്ണനും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ എനിക്ക് എന്റെ ഗുരുമഹാരാജുമായിട്ടാണ് കണക്ഷൻ. ഗുരുദേവ് എന്താണ് പറഞ്ഞു കൊടുത്തത്? കൃഷ്ണപ്രേമം ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അദ്ദേഹത്തിന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി എന്താണ് പറഞ്ഞു കൊടുത്തത്? ബാക്കിയുള്ളവർക്ക് കൃഷ്ണപ്രേമം എത്തിക്കുക, പാശ്ചാത്യ ലോകങ്ങളിൽ പോയി അത് പ്രചരിപ്പിക്കുക. അദ്ദേഹമാണ് ചെയ്യുക. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനെ കിട്ടി. അപ്പം നമ്മളും നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത് ഫോളോ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത് വന്നത്, ഇവിടെ ബ്രാഹ്മണന്മാര് കുറഞ്ഞ ആളുകളെന്നോ അല്ലെങ്കിൽ പരിവ്രജകാര് ആചാര്യന്മാര് കൂടുതലെന്നോ ഉള്ള ഇതിൽ രണ്ടുപേരും ഒരേ ഗോളിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ പരിവ്രജകാചാര്യന്മാര് വന്നിട്ട് ബാക്കിയുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഈ പറയുന്ന നോളേജ് സ്ക്രിപ്റ്റേഴ്സ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭാഗവത്തിന് പ്രഭുപാദ് എടുത്ത് പറയാനുണ്ട്, അമലപുരാണം എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് പുരാണങ്ങളിൽ വെച്ച് ഒട്ടും മലമില്ലാത്തത് ശുദ്ധമായ പുരാണം, അമലപുരാണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഭാഗവതം എന്താണ് ചെയ്യുന്നത്? ഭാഗവതം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സത്വഗുണത്തിലേക്ക് ഗ്രാജുവലി കൊണ്ടുവന്നിട്ട് ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്തിട്ട് ഹയസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഏറ്റവും ഉയരത്തിലുള്ള ദൈവവിചാരം അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണ കോൺഷ്യസ്നെസ്, ഗോഡ് റിയലൈസേഷനിലോട്ട് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രഭുപാദ് പറയുന്നത് നമ്മൾ ആ അറിവ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റിയലൈസേഷൻ ആണ് ഏറ്റവും, നമ്മൾ ആ മനസ്സിലാക്കുക, അത് തിരിച്ചറിവ് വരിക, ആ റിയലൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രഭുപാദ് പറയുന്നത്? നമ്മൾ ഈ ഭാഗവതം ഭഗവത്ഗീത എല്ലാം എങ്ങനെ പഠിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മൾ ഈ ശ്ലോകങ്ങളൊക്കെ കുറേയൊക്കെ ബൈഹാർട്ട് ചെയ്യണം. പറ്റും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ചിലപ്പോൾ നമുക്കറിയാം, എനിക്കും ഈ ശ്ലോകങ്ങളൊന്നും പെട്ടെന്ന് ഓർമ്മ വരില്ല. അപ്പം ഡിവോട്ടീസ് കുറെ ടിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ചെറിയ കാർഡ്, ചെറിയൊരു പേപ്പർ കീറിയെടുക്കുക സ്ക്വയർ ആയിട്ട്, അതിൽ ഈ ശ്ലോകം എഴുതി ഇട്ടേക്കുക. കുറച്ച് കട്ടിയുള്ള കാർഡ് പോലത്തെ പേപ്പർ ആണെങ്കിൽ വളരെ നല്ല കാര്യം. അതിൽ പേപ്പർ എഴുതിയിട്ട് നമ്മൾ പോക്കറ്റിൽ ഇട്ടേക്കുക. സമയം കിട്ടുമ്പോഴെല്ലാം അത് ജസ്റ്റ് എടുത്ത് നോക്കുക. നമ്മൾ നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ചൊല്ല. അതുപോലെ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന നേരത്ത് കുറച്ച് ശ്ലോകങ്ങൾ നമുക്ക് എന്തായാലും ഓർമ്മ വരും. അപ്പൊ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രഭുപാദ് പറയുന്ന നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ്, നമ്മൾ ഈ ശ്ലോകങ്ങളെല്ലാം എങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോയർ, ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ലോ ബുക്ക് മനസ്സിലാക്കി വെച്ചേക്കുന്നത്, കാരണം ആ ലോ ബുക്ക് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പണി അറിഞ്ഞിടത്ത ആളിന് അഡ്വക്കേറ്റ് നമ്മൾ പറയില്ല. അപ്പൊ അതുപോലെ ഈ അഡ്വക്കേറ്റ് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ലോ ബുക്ക് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ശ്ലോകങ്ങളും ഈ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന കോട്ടും നമുക്ക് അടുത്തൊരാളിന് പറഞ്ഞു കൊടുക്കാനായിട്ട്, നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോ നമ്മള് സാധന ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തിനാണ് വായിക്കുന്നു, അതിനെ മനസ്സിലാക്കുന്നു. നമ്മൾ മഹാരാജ പറഞ്ഞ വിചാരണപരം, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. നമ്മൾ ആദ്യം കേട്ടു, അതിനുശേഷം നമ്മളത് വായിച്ചു, അതിനുശേഷം അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനനം ചെയ്തു. മനസ്സിലാക്കാൻ ചെയ്തിട്ട് നമ്മളത് എന്ത് ചെയ്യണം? സാധന ഭക്തിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യും. എന്തിനാണ്? ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിയലൈസേഷൻ കിട്ടും. അപ്പോ ഇതിനകത്ത് ശുകദേവ ഗോസ്വാമി നടന്നു വരുമ്പോൾ പലരും കളിയാക്കുന്നുണ്ട്. ഞാൻ കേട്ടത്, കുട്ടികളൊക്കെ അതിന് ശല്യം ചെയ്യും. അത് കഴിഞ്ഞ് അദ്ദേഹം നടന്നു വന്ന് ഗംഗയുടെ തീർത്ഥ മരത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ചക്രവർത്തിയായിട്ടുള്ള രാജാവ്, അവിടെ ഇരിക്കുന്ന സദസ് എല്ലാവരും എഴുതി അദ്ദേഹത്തിന് നമസ്കരിക്കുന്നു. ഇത് കാണുമ്പോൾ കുട്ടികൾ അയ്യോ മഠത്തിനെ പറ്റി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വേഷവും ഇത് കണ്ടിട്ടാണ് ആള് അത് മനസ്സിലാക്കാതെ ചെയ്തത്. നമുക്കും നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ആളുകൾ നമ്മളെ ശല്യം ചെയ്യും. ചിലപ്പോൾ നമുക്ക് നല്ലൊരു
സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കില്ല എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പല പല ലൈഫിൽ സിറ്റുവേഷൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ശ്ലോകങ്ങളിൽ നിന്നും ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പഠിക്കേണ്ട കാര്യം, ഇപ്പം സുഖദേവ് ഗോസ്വാമി നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചു തന്നു. ഇത് നമ്മൾ ആലോചിക്കണം. ആരെങ്കിലും നമ്മളെ ടെംപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പോക്ക് ചെയ്യാനായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരും. ഇത് മനസ്സിലാക്കുക. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ശ്ലോകം ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ എല്ലാ പ്രോബ്ലത്തിനും കാരണം ഈ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കർമ്മഫലമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒന്നുമല്ല, എൻ്റെ മനസ്സ് മാത്രമാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നൊരു ശ്ലോകം നമ്മൾ ഭാഗവതത്തിൽ നമ്മൾ ഇതിന് മഹാരാജ് എപ്പോഴും പറയുന്ന ശ്ലോകം, ഞാൻ മറന്നുപോയത്, ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ആ ശ്ലോകം പറയട്ടെ? പറയണം ബ്രോ. നായം ജനോ മേ സുഖ ദുഃഖ ഹേതു ന ദേവദാത്മാഗ്രഹ കർമ്മ കാല മനഃ പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേത്. യെസ് പ്രഭു, താങ്ക് യു ബ്രോ. അപ്പം ഏതിലെ പ്രഭു, ഏതിലെയാണ് ശ്ലോകം? ഏതാണ്? ഭാഗവതമാണ് മാജി. നമ്പർ ഞാനിത് നോട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ് 11th കാൻഡോ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ മാതാജി, 11th കാൻഡോ 23:42. ഓക്കെ, താങ്ക് യു സന്തോഷം. കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് കിട്ടിയ ഒരു ശ്ലോകമാണിത്. ഞാൻ ഇപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം. ഹരേ കൃഷ്ണ, ഹരി ബോൾ. ഭഗവാൻ കൊണ്ട് തരും, ഭഗവാൻ ആഗ്രഹിക്കുന്ന കൊണ്ട് തരും. അതെ. അപ്പൊ നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഈ ഭാഗവതം ക്ലാസ് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാഗവതം മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ടിൽ വരാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കുക. ഈ ശ്ലോകം നമ്മൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഞാനും ബൈഹാർട്ട് ചെയ്തത് മറന്നുപോയി, ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും അത് ബൈഹാർട്ട് ചെയ്യും സെയിം വേ. അപ്പോ ഇവിടെ പ്രഭുപാദ് പറയുന്ന ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രോബ്ലംസ് വരാം, പ്രശ്നങ്ങൾ വരാം, ഇങ്ങനെ പല കാര്യങ്ങളും വരാം. മഹാരാജ് ഒരു ശ്ലോകം പറയുന്നുണ്ട്, കാലക്ഷേപവൻ കർത്തവ്യ ക്ഷീണമായൂർ ക്ഷീണേഷിനെ യമസ്യ കരണനാസി. ഇടയ്ക്ക് ഒരു ലൈനോടുണ്ട്, ഞാൻ അത് മിസ് ചെയ്ത്. അപ്പോ കാര്യങ്ങൾ നമ്മുടെ കർമ്മബലം അനുസരിച്ച് പല കാര്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്ഷീണമായൂർ ക്ഷണേഷനെ, നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് റിയലൈസ് ചെയ്യാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. യമസ്യ കരുണാനാസ്തി, അതായത് യമന് ഒരു കാരുണ്യം ഉണ്ടാവില്ല. നമ്മൾ ആരും അത് എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിലാണ്. അപ്പൊ അവിടെ ഒരു 1-2 ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് 2-3 മാസമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഓർബിട്രി എന്ന് പറഞ്ഞിട്ട് ആളുകൾ മരിച്ചു പോയതിന്റെ ന്യൂസുകൾ വരും. ഇതിനു മുന്നേ ഒരു മനുഷ്യന്റെ ആയുസ് നമ്മൾ ജനറലി കണ്ടുകൊണ്ടിരുന്നത് 80 വയസ്സ് 85 വയസ്സ്, ഞാൻ കുട്ടിക്കാലമായിരുന്നപ്പോൾ. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഒരാളിന്റെ ആയുസ് വന്നിട്ട് 70-75 വയസ്സ്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത്, പിന്നെ ആ ഒരു ഏജിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. പിന്നെ കാണുന്ന ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കണ്ടത് 60-65 വയസ്സാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ 26 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സിനകത്ത് കണ്ടിന്യൂസ്ലി ആളുകൾ, നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും, ഇങ്ങനെ പലരും ഈ ഒരു ഏജിൽ കണ്ടിന്യൂസ്ലി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും വിചാരിക്കും എനിക്ക് സമയമുണ്ട്, കുറച്ചുകൂടെ പോവാം, ഭക്തി ഇനി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഭക്തി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി സിറ്റുവേഷൻ അതല്ല. കലിയുഗത്തിന്റെ പ്രഭാവം പല രീതിയിൽ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭു പറഞ്ഞിട്ടില്ലേ കലിയുഗത്തില് 25 വയസ്സേ ഉള്ളെന്ന്, ബാക്കിയുള്ള ദാനം കിട്ടിയാന്നല്ലേ പറയുന്നത്? ആയുസ് 25 വയസ്സേ കലിയുഗത്തിലുള്ളൂ എന്നല്ലേ, അല്പായുസ്. അതെ അതെ മാജി. അപ്പോ നമ്മൾ അങ്ങനെ മൈൻഡിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ട സമയമാണത്. കാരണം ഈ ഒരു റിയലൈസേഷൻ, നമ്മളിപ്പോ പ്രഭാത് എങ്ങനെയാണോ പറഞ്ഞത്, റിയലൈസേഷൻ ആണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഇപ്പം ഇതിൽ എൻഡിൽ പറയുന്നത് പോലെ, ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് അത്ര സമയം ഇനി ഇല്ല. അപ്പോ ഇവിടെ എങ്ങനെയാണോ സുഖദേവ് ഗോസ്വാമി വന്നിട്ട്
7 ദിവസവും 7 രാത്രിയും റാപ്റ്റ് അറ്റൻഷനോട് കൂടി ഇരുന്നത് നമ്മളും ഇനി അത് വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കാൻഡോ 18th ചാപ്റ്ററിന്റെ എൻഡില് സൂത ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് സൂത ഗോസ്വാമി, നമുക്ക് ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അദ്ദേഹം വന്നിട്ട് ഒരു മിക്സഡ് കാസ്റ്റിലായിരുന്നു. അദ്ദേഹം വന്നിട്ട് ബൈ ബർത്ത് ബ്രാഹ്മണ കുലത്തിൽ നിന്നും വന്ന ആളല്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ശുകദേവ ഗോസ്വാമി ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം റാപ്റ്റ് അറ്റൻഷൻ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധയോടുകൂടി അദ്ദേഹം അവിടെ ഇരുന്നു. ആ റാപ്റ്റ് അറ്റൻഷനോട് കൂടി ഇരുന്നത് കൊണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുവഴി എന്താണ് അദ്ദേഹത്തിന് ശുകദേവ ഗോസ്വാമി ആരാണ്? രാധാറാണിയുടെ തത്തയാണ്. അദ്ദേഹം ഇത്ര മധുരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനും ഈ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാനും ഇതിനകത്ത് പറ്റി. അപ്പോ ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യചരിതാമൃതത്തില് മഹാപ്രഭുവും ചൈനമഹാപ്രഭുവും രാമാനന്ദരായും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ രാമാനന്ദരായി എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ടൊരു ഭയങ്കര ഹൈ ബർത്തോ ഭയങ്കര ഉന്നത കുല ജാതനോ അല്ല. അദ്ദേഹം വന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ ഒരു വൈശ്യൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ കംപ്ലീറ്റ് ചാപ്റ്ററിലും, അതായത് ടീച്ചിങ്സ് ഓഫ് ശ്രീ ചൈതന്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് അദ്ദേഹം റെഫർ ചെയ്തത്. ആ ചാപ്റ്ററിൽ രാമാനന്ദറായുടെ കോൺവെർസേഷൻ ഉണ്ട്, ആ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിൽ ചൈതന്യമഹാപ്രഭു എങ്ങനെയാണ് സ്ലോലി പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ധർമ്മങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ആ ലോവസ്റ്റ് ലെവലിൽ നിന്ന് ഓരോ പടിയായിട്ട് മുകളിലോട്ട് പോയി നമ്മുടെ ഭക്തിയുടെ ഉത്കൃഷ്ടമായിട്ടുള്ള ആ വ്രജഭക്തി ലെവലിൽ എങ്ങനെയാണോ വ്രജത്തിലുള്ള ആളുകൾ ഭഗവാനെ സ്നേഹിച്ചത്, എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്ത് ആ ലെവലിലോട്ട് ചൈതന്യമഹാപ്രഭു രാമാനന്ദറായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവസാനം എന്താണ്, സ്പെഷ്യലി രാധാറാണിയുടെ പ്രേമം എങ്ങനെയാണ്, ആ ഭക്തി എങ്ങനെയാണെന്നുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ചൈതന്യമഹാപ്രഭു പറയാണ്, അതിലൊരു ശ്ലോകം പറയുന്നുണ്ട്. എനിക്ക് നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല, ശ്ലോകം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കിബ വിപ്ര കിബ ന്യാസി ശൂദ്രകേന നായ ഈ കൃഷ്ണ തത്വവിത് സേ ഗുരുഹയ. അതിൽ ഈ ശ്ലോകത്തിന്റെ മീനിങ് പറയുന്നത്, ഒരാള് ബ്രാഹ്മണനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ഡസൻ മാറ്റർ, ഇതൊരു വിഷയമേ അല്ല. റിഗാർഡ്ലെസ് ഓഫ്, അതായത് അവരെ എന്ത് പൊസിഷൻ ആയിരുന്നാൽ കൂടിയും, ഏത് പൊസിഷൻ ആയിരുന്നാൽ കൂടിയും, ഏത് കാസ്റ്റ് ആയിരുന്നാൽ കൂടി, ഏത് കുലം ആയിരുന്നാൽ കൂടിയും, പക്ഷെ ഒരാൾക്ക് ഭഗവാന്റെ കൃഷ്ണന്റെ സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ മനസ്സിലാക്കുന്ന ശാസ്ത്രം, ഭഗവാനെ അറിയുന്ന ശാസ്ത്രം, ഭഗവാനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എത്തുമെന്നാണ് പറയുന്നത്. ഒരാള് ഒരു ഗുരു ആവാനുള്ള ക്വാളിഫിക്കേഷൻ എത്തും. പ്രഭുപാദ് ആ പർപ്പറ്റിൽ പറയുന്നത്, അതിന്റെ ആ ശ്ലോകത്തിന്റെ പർപ്പറ്റിൽ പറയുന്നത്, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, ഏതായാലും സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നെസ് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ വന്നിട്ട് ബ്രാഹ്മണനാവണമെന്നില്ല. ഏത് ഇതായാലും അയാൾ വന്നിട്ട് ഒരു ശിക്ഷാ ഗുരുവോ ഒരു ദീക്ഷാ ഗുരുവോ അങ്ങനെ ആ ഗുരു കാറ്റഗറിയിലോട്ട് ആ ആൾ ഉയർത്തപ്പെടുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതേ പ്രഭുപാദ് പറയാനുണ്ട്, വളരെ നല്ല രീതിയിൽ ശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നു, വളരെ നല്ല രീതിയിൽ ശ്ലോകങ്ങൾ പറയുന്നു, വളരെ നല്ല രീതിയിൽ പ്രീച്ച് ചെയ്യുന്നു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നോക്കുന്നു. പക്ഷേ അയാൾ ചിലപ്പോൾ ബ്രാഹ്മണനായിരിക്കാം. ആ ബ്രാഹ്മണനാണെങ്കിൽ കൂടിയും അയാള് ചിലപ്പോൾ വേദങ്ങളെല്ലാം നല്ല രീതിയിൽ പറയും, നല്ല രീതിയിൽ ഉച്ചരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും അയാളൊരു വൈഷ്ണവനല്ല എന്നുണ്ടെങ്കിൽ, വൈഷ്ണവന്റെ ഒരു ഭക്തന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രഭു നമുക്ക് പറഞ്ഞു തന്നു. 22-26 ഗുണങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ആ ഗുണങ്ങളോട് കൂടി ഭഗവാൻ കൃഷ്ണ കോൺഷ്യസ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി നമ്മൾ വൈഷ്ണവ കാറ്റഗറിയിൽ വരുന്നില്ല. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ക്വാളിഫൈഡ് അല്ല. അയാളെ ഫോളോ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ കോൺഷ്യസ്നെസ് ഫോളോ ചെയ്യുന്നില്ല, നമ്മൾ അയാളെ ഫോളോ ചെയ്യാൻ പാടില്ല എന്നാണ് പ്രഭുപാദ് ഇതിനകത്ത് ആ പർപ്പറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ചൈതന്യ ചരിതാമൃതത്തിന് ഈ ശ്ലോകത്തിന് പർപ്പറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും പറയുന്നുണ്ട്, വൺ ക്യാൻ ബി സിറ്റുവേറ്റഡ് എനി സോഷ്യൽ സ്റ്റാറ്റസ്.
ഏത് സമൂഹത്തിൽ ഏത് നിലയിലോ ഏത് വിലയിലോ ഏറ്റവും താഴെ ലെവലിലോ ഏറ്റവും ഹയർ ലെവലിലോ ഏതിലായാലും വൺ ഈസ് വെർസറ്റൈൽ ഇൻ സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ആണെന്നുണ്ടെങ്കിൽ ഒരാള് വളരെ പ്രാമുഖ്യമുള്ള ഒരാള് അല്ലെങ്കിൽ നല്ല രീതിയിൽ സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ഭഗവാന്റെ ശാസ്ത്രം പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ അയാള് ഒരു ഒരു ഗുരുവിന്റെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും. ഗുരുവിന്റെ ഗണത്തിലായിരിക്കാം, ശിക്ഷാ ഗുരുവിന്റെ ഗണത്തിലായിരിക്കാം, ദീക്ഷാ ഗുരുവിന്റെ ഗണത്തിലായിരിക്കാം. ഇങ്ങനെ പല ഗുരുവിന്റെ ഗണത്തിലേക്കും അദ്ദേഹം ഉയർന്നു വരും. ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് റിഗാർഡ്ലെസ്, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നമ്മള് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് കൃഷ്ണ കോൺഷ്യസ്നസ് ആണോ, അതിൽ അദ്ദേഹം നല്ല പ്രാമുഖ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഗുരുവിന്റെ ഗണത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോ ഒന്ന് രണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, പ്രഭുപാദ് വന്നിട്ട് എന്താണ് വെസ്റ്റേൺ ഫോറിൻ ഡിവോട്ടീസിന്റെ വെസ്റ്റേൺ ആളുകളെ കൊണ്ട് എവിടെ വന്നു? വൃന്ദാവനത്തിലേക്ക് വന്നു. വൃന്ദാവനത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആ വൃന്ദാവനം ആ സമയത്ത് വരുമ്പോൾ അവിടെ എല്ലാം ബ്രാഹ്മണന്മാരും ഉന്നത കുലജാതന്മാരും, അവിടെ അറിയാലോ വൃന്ദാവനത്തിൽ ആ ഒരു സ്റ്റൈലിലാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വന്നപ്പോൾ അവരെല്ലാരും പറഞ്ഞു ഇവരെ വൃന്ദാവനത്തിലോട്ട് കൊണ്ടുവരാനോ ഇവരെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. കാര്യം വെച്ചാൽ ഇവരതൊന്നും ഫോളോ ചെയ്യുന്നവരല്ല, ഇവരൊന്നും ആ കുലത്തിൽ വന്നവരല്ല. പക്ഷെ പ്രഭുപാദ് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് എന്ത് പറഞ്ഞു? ദേ മേ ബി യവനാസ്, ദേ മേ ബി മ്ലേച്ഛാസ്, ബട്ട് ദേ ആർ ഫോളോയിങ് ദ കൃഷ്ണ കോൺഷ്യസ്നസ്. അതുകൊണ്ട് അവര് ശൂദ്രന്മാരായിരിക്കാം, അവര് യവനന്മാരായിരിക്കാം, അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ അവരിപ്പോ ഫോളോ ചെയ്യുന്നത് സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ ആ ശാസ്ത്രം അവർ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ സേവ ആ കൃഷ്ണ കോൺഷ്യസ്നസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വൈഷ്ണവരാണെങ്കിൽ അവർക്ക് ഇത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഭുപാദ് വൃന്ദാവനത്തിന്റെ ഒത്ത നടുക്ക് തന്നെ ഇത്രയും ബ്രാഹ്മണന്മാരും ഇത്രയും എതിർപ്പുള്ളപ്പോൾ അതിന്റെ നടുക്ക് പ്രഭുപാദ് ആ ബ്രഹ്മചാരികളെയും ബ്രഹ്മചാരിണിമാരെയും ആ ഭക്തന്മാരെയും ഭക്തരെയും അവരെന്ത് ചെയ്തു? പ്രഭുപാദ് എന്താണ് ചെയ്തത്? കൃഷ്ണ ബലരാമനെയും രാധാ ശ്യാംസുന്ദറിനെയും, രാധാ ശ്യാംസുന്ദർ, ലളിത വിശാഖ DT, അത് കഴിഞ്ഞ് ശ്രീ ഗൗർ നിത്യ, ഇത്രയും പേരെയും ഈ ഭക്തന്മാരെ കൊണ്ട് ആരതി ചെയ്യിച്ചു, പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് ആ വൃന്ദാവനത്തിൽ പ്രഭുപാദ് അത് ചെയ്തു. റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഇപ്പം അത് പറയുന്നത്. അതുപോലെ ഒരു ലാസ്റ്റ് പാസ്റ്റ് ടൈം കൂടെ പ്രഭുപാദിന്റെ ഒരു പാസ്റ്റ് ടൈം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഇവിടെ പ്രഭുപാദ് മായാപൂരില് ഈ പാസ്റ്റ് ടൈം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പ്രഭുപാദ് മായാപൂർ തുടക്ക സമയം, മാലതി മാതാജി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പ്രഭുപാദിന്റെ ഡിസേബിൾ, കുറച്ച് ഫേമസ് ആണ് മാതാജി. വളരെ മനോഹരമായി കുക്കൊക്കെ ചെയ്യും. പ്രഭുപാദിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. പ്രഭുപാദിന്റെ വളരെ അടുത്ത്, പ്രഭുപാദിന് നമ്മൾ മാലതി മാതാജി എന്ന് പറയുമ്പോഴേ പ്രഭുപാദും മാലതി മാതാജിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് അറിയാതെ ഓർമ്മ വരും. അപ്പോൾ പ്രഭുപാദ് വളരെ ചെറിയൊരു റൂമിലാണ്, ടെമ്പിൾ കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ റൂമാണ്. ആ റൂമിന്റെ പകുതി വന്നിട്ട് ഒരു സാരിയോ തുണിയോ കൊണ്ട് ഒരു കർട്ടൻ പോലെ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ പ്രഭുപാദിന്റെ കിടക്കുന്ന സ്ഥലവും പ്രഭുപാദ് ബുക്ക് എഴുതുന്ന സ്ഥലവും പ്രഭുപാദിന്റെ ഭജൻ കുടി എന്ന് പറയും. ഒരു സൈഡിൽ വന്നിട്ട് കിച്ചനാണ്, ആ റൂമിന്റെ തന്നെ കിച്ചൺ. അപ്പോ മാതാജിയാണ്, നമ്മൾ മായാപൂർ വരുന്ന സമയത്ത് മാതാജി വന്നിട്ട് കുക്ക് ചെയ്യും, പ്രഭുപാദിനെ പേഴ്സണലി അസിസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും. പ്രഭുപാദ് ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ പ്രഭുപാദ് വന്നിട്ട് ഇതിൽ ഉപ്പില്ല, കുറച്ചുകൂടി ഉപ്പിടണം, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പ്രഭുപാദ് പറയും, ഇതിൽ ഉപ്പ് പോരാ, കുറച്ചുകൂടി ഉപ്പിടണം. ഈ ചപ്പാത്തി കരിഞ്ഞു പോയില്ല, എങ്ങനെയാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെയാണോ റൈസ് കുക്ക് ചെയ്യുന്നത്, റൈസിന് കുറച്ചുകൂടെ വേവ് വരണ്ടേന്ന് പറഞ്ഞ് പ്രഭുപാദ് ഡെയിലി മാതാജിക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുത്തോണ്ടേയിരിക്കും. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി, 2 ആഴ്ചയായി. ഇപ്പം കുറേ ദിവസമായപ്പോൾ മാതാജിക്ക് തന്നെ ഒരു വിഷമം തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന ഈ സേവ ശരിയാവുന്നില്ല. കാരണം ഇത്രയും ചെയ്തിട്ടും എന്നെ കൊണ്ട് പ്രഭുപാദിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. പ്രഭുപാദിന്, ഗുരുമഹാരാജിന് എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ പ്രഭുപാദിന്റെ സംസാരിച്ചിട്ട് ഈ സേവയിൽ നിന്ന് മാറാം, ഈ സേവയിൽ നിന്ന് ഞാൻ മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും സേവ ചോദിച്ചിട്ട് വേറെ ആർക്കെങ്കിലും ഈ സേവ കൊടുക്കാം. അപ്പം ഭാരതി മാതാജിക്ക് വിഷമമുണ്ട്, ഞാൻ ഇത്രയും നല്ല സേവ കിട്ടിയിട്ട് എനിക്ക് എന്റെ ഗുരുവിനെ എനിക്ക് സേവിക്കാൻ പറ്റുന്നില്ല, അതും പ്രഭുപാദിനെ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പം ഞാൻ മാറാം. മാതാജിക്ക് വളരെ വിഷമത്തോടു കൂടി ധൈര്യമൊക്കെ സംഭരിച്ച് ഇന്ന് ചോദിക്കാം അല്ലെങ്കിൽ നാളെ ചോദിക്കാന്ന് പറയും. ചോദിക്കാൻ ചെല്ലുമ്പോൾ പ്രഭുപാദ് എന്താണ് പറയുന്നത്? ചപ്പാത്തിക്ക് കട്ടി കൂടിപ്പോയി, ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഭഗവാന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കണ്ടേ, ഇത് കരിഞ്ഞു പോയല്ലോ, ഇന്നും റൈസ് നേരെ വേണ്ടില്ല, ഇല്ല കുറച്ചുകൂടെ ഉപ്പിടെന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ മാതാജി ചെല്ലും, പ്രഭുപാദ് ഇൻസ്ട്രക്ഷൻ കിട്ടും, വീണ്ടും കറക്റ്റ്. മാതാജി എങ്ങനെ പോകുന്ന വെച്ചാല്
ഈ സാരി പോലത്തെ ഇത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ താഴെ കൂടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒരു ദിവസം തന്നെ 10 തവണ പോകും കുക്ക് ചെയ്യാൻ. പ്രഭാത് ഇത് മതി, ഉപ്പ് ഇത് മതിയോ, മുളക് ഇത് മതിയോ, ഇങ്ങനെ ചോദിച്ചാണ് ചെയ്യുന്നത്. എന്നാലും പ്രഭാത് ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ പ്രഭാത് ഒരു ദിവസം മാതാജി ചോദിക്കാനായിട്ട് റെഡിയായി. ഓക്കെ, ഞാൻ ഇന്ന് പ്രഭാതിന്റെ സംസാരിക്കും, ഈ സേവയിൽ നിന്ന് മാറുന്ന കാര്യം സംസാരിക്കണം, വേറെ സേവ എടുക്കണം, വേറെ ആർക്കെങ്കിലും നമുക്ക് ചാൻസ് കൊടുക്കണം, എന്റെ ഗുരുമാരത്തിന് എനിക്ക് പ്ലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമത്തോറോ ഇന്ന് ഞാൻ ചോദിക്കുന്നു പറഞ്ഞിരിക്കുമ്പോൾ അന്ന് പ്രഭാതിന്റെ ഗോഡ് ബ്രദേഴ്സിന് കുറെ പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ. അപ്പൊ അവര് വന്നിട്ട് പ്രഭാതിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അവര് നോക്കാൻ നേരത്ത് ഒരു യങ് ഗേള് വന്നിട്ട്, ഒരു ഫോറിൻ ഗേള് വന്നിട്ട് ഈ സാരി വെക്കുന്നു, അതിന്റെ അടിയിൽ കൂടെ വരുന്നു, പ്രഭാത് ഉപ്പ് ഇത്ര മതിയാ, പ്രഭാത് ഇത് ഇത്ര മതിയാ, എത്ര കുക്ക് ചെയ്യണം, എത്ര അളവിൽ കുക്ക് ചെയ്യണം, പിന്നെ ഇത്രയും പേരുണ്ടല്ലോ, എല്ലാവരും പ്രസാദം കഴിക്കാൻ കാണോ, ഉപ്പ് എത്ര ഇടണം, മുളക് എത്ര ഇടണം, ഇതിങ്ങനെ ചോദിച്ച് പോവും. ഒരു 2-3 തവണയായി. അപ്പൊ ഇവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺവെർസേഷൻ ഇടയ്ക്ക് വരുന്നു, മാതാജി പതുക്കെ വന്ന് പ്രഭാതിന്റെ ചോദിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോ ഈ സന്യാസിമാർ ഇതെല്ലാം കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അപ്പൊ ഇവർ സംസാരിക്കുന്നത് ഒരു റൂമിനകത്താണ്, ഒരു കർട്ടനായിട്ട് ആ സാരി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ തുണി മാത്രമാണ് ഉള്ളത്. അപ്പോ അവര് പറഞ്ഞ് പ്രഭാത്, ഇവർക്കത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പ്രഭാത്, ഇത് ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല, നിങ്ങളൊരു സന്യാസിയല്ലേ, നിങ്ങളൊരു സന്യാസിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അതൊരു യങ് ഗേള്, ഒരു യുവതിയായിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ റൂം ഷെയർ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചു. അത് നമുക്ക് ശരിയായിട്ട് തോന്നില്ലേ, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രഭാത് പറഞ്ഞൊരു ഒരു ഡയലോഗ് ഉണ്ട്. ആ ഒരു കാര്യം കേട്ടിട്ട് മാതാജിക്ക് ആ സർവീസിൽ നിന്ന് പോണം, അല്ലെങ്കിൽ ആ സർവീസ് ചെയ്യണ്ട, അല്ലെങ്കിൽ പ്രഭാതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കും എന്നുള്ള കംപ്ലീറ്റ് ആ പെർസെപ്ഷനെ അങ്ങ് പോയി. പ്രഭാത് പറഞ്ഞ ഡയലോഗ് ഇതാണ്: ഷീ ഈസ് മൈ സ്പിരിച്വൽ ഡോട്ടർ and she will give up her life for me and I will give up my life for her. എന്റെ സ്പിരിച്വൽ ഡോട്ടറാണ് മാതാജി എന്ന് പറയുന്നത്. അവള് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട്, മാതാജി വന്നിട്ട് പ്രഭാത് പറയണം, എനിക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ ഉപേക്ഷിക്കും. ഞാനും അതുപോലെ എന്റെ സ്പിരിച്വൽ ഡോട്ടറിന് വേണ്ടിയിട്ട് ജീവൻ തന്നെ ഉപേക്ഷിക്കും, ജീവൻ തന്നെ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. ഈ ഒരൊറ്റ ഡയലോഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രഭാത്. ഗുരുക്കന്മാര്, നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എല്ലാം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഗുരുമാരാജിന്റെ സ്നേഹം കാണത്തില്ല, ഞാൻ പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഗുരുമാരാജിന് അവൈലബിൾ ആവുന്നില്ല. ചിലപ്പോൾ പല സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ പല ഡിവോട്ടീസ് എക്സ്പീരിയൻസ് പറയാനുണ്ട്, പിന്നീട് അവർ അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രഭാത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും പ്രഭാതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, നല്ല രീതിയിൽ ഭാവം നമുക്ക് മനസ്സിലാവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ എല്ലാവർക്കും അവരവരുടെ ഗുരുക്കന്മാരുടെ കൂടെയുള്ള സ്നേഹം കൂടട്ടെ. ഇങ്ങനെയുള്ള ഓരോ എക്സ്പീരിയൻസ് കേട്ടതിന് ശേഷം നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് വരാനായിട്ട് എല്ലാവർക്കും ഭഗവാൻ പ്രാർത്ഥിക്കാം. ഫൈനലി പ്രഭാത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പ്രഭാത് പറയാനുണ്ട്, ഇത് പാടുന്നതിലോ നല്ല രീതിയിൽ പ്രവചനം നമ്മൾ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതിലോ ഉള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുക. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക, അതിനെപ്പറ്റി വിചാരണ വരിക, ചിന്തിക്കുക. അങ്ങനെ നമ്മൾ സാധന ഭക്തിയിൽ പ്രാക്ടീസ് ചെയ്യുക. ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലുക, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലൈസ് ചെയ്യുക. ഓക്കെ, ഇതാണ് സംഭവം, ഓക്കെ ഇതാണ്. നമ്മൾ ഇനി അടുത്ത് പ്രാക്ടീസും കൂടെ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫലം കിട്ടും. പ്രഭാത് വളരെ ക്ലിയർ ആയിട്ട് പറയാനുണ്ട്, റിയലൈസേഷൻ ആണ് എല്ലാത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് അറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ സീനിയർ ഭക്തന്മാർ. താങ്ക് യു പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും അറിവുണ്ടെന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സമയമൊക്കെ ഒത്തിരി പോയെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ പ്രഭുവിനെ കണ്ടപ്പോഴും വളരെ സന്തോഷം. ഇത്രയും അധികം അറിവ് പറഞ്ഞു തന്നതിന് വളരെ അറിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട് പേഴ്സണലി. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം പ്രഭു. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃപ മാതാജി, ഗുരു കൃപ, വൈഷ്ണവ കൃപ. ഹരേ കൃഷ്ണ ചക്രപ്രഭു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് പ്രഭു. ചക്രപ്രഭു ഹരേ കൃഷ്ണ. നല്ല റിയലൈസേഷൻസ് ആയിരുന്നു. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആചരിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രഭു പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ചക്ര. ഹരേ കൃഷ്ണ മാതാജി. അതായത് ആ ശ്ലോകം നായം ജനോമേ സുഖദുഃഖ, അത് ഈ ശ്ലോകം
ഞാനിപ്പോ കുറേ ദിവസങ്ങളായിട്ട് ഇതിനെ ആരടുത്തുനിന്നൊക്കെ വാങ്ങിയ ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് ആ നമ്പർ വേഗം പറയുന്നത്. പക്ഷേ ഈ ശ്ലോകം എന്താന്ന് വെച്ചാൽ, ഈ ബ്രാഹ്മണൻ ധനികനായിരുന്നു, വളരെ ധനാഢ്യനായിരുന്നു. ഇദ്ദേഹം ഒന്നും ദാനം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവസാനം ഇതെല്ലാം നശിച്ചിട്ട് ഇറങ്ങേണ്ടി വരും. തെരുവിൽ ഇറങ്ങുമ്പോ ഈ പിള്ളേർ കല്ലെറിയുന്നുണ്ട്, അങ്ങനത്തെ ദുഃഖങ്ങൾ വരുമ്പോ ഈ ബ്രാഹ്മണൻ പറയുന്നതാണ് നായം. ഇത് വിഷുഗീതം എന്നുള്ള ഇതാണ്. നായം ജനോമേ സുഖദുഃഖഹേതുർ. ഈ ശ്ലോകം ചൊല്ലിയല്ലോ, അതിന്റെ അർത്ഥം ഞാൻ പറയാം. ബ്രാഹ്മണൻ പറഞ്ഞു, എന്റെ സുഖത്തിനും ദുഃഖത്തിനും ഈ ജനങ്ങൾ കാരണമല്ല, ദേവന്മാരും എന്റെ തന്നെ ശരീരവും ഗ്രഹപ്പിഴകളും പൂർവ കർമ്മവും കാലവും കാരണമല്ല. മനസ്സ് മാത്രമാണ് ഈ സംസാര ചക്രത്തിന്റെ ചുറ്റിത്തിരിയലിന് കാരണം. ഈ ശ്ലോകം നമ്മൾ കാലേക്കർ പ്രഭുവായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ശ്ലോകമാണ്. എല്ലാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം കർമ്മമാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തുകൊണ്ട് പറയുന്ന, നമ്മൾ ഈ അനുഭവിക്കുമ്പോ നമ്മുടെ മനസ്സ് ദൃഢമായിരുന്നാൽ ഇതൊന്നും നമ്മെ ബാധിക്കില്ല എന്നുള്ള അർത്ഥം കൂടെ അതിനകത്ത് വരുന്നതാണ് വിഷുഗീതം. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, ഞാൻ ഇന്ന് ക്ലാസ് കയറുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അതായത് വായി നിറയുമ്പോൾ ഹൃദയം നിറയുമ്പോൾ വായി സംസാരിക്കും എന്ന് പറയും പോലെ, നമ്മൾ ചിലപ്പോ ദുഃഖങ്ങൾ അനുഭവിക്കാൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നെങ്കിലോ, അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഒന്ന് കയറിയപ്പോഴാണ് ഇത് കണ്ടത്. പറഞ്ഞ അതായത് ഭഗവാൻ വ്രജവാസികളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ യശോദാ മാതാവ് ഭ്രാന്തികളെ കണക്കലയൂന്നാണ്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? യെസ് യെസ് പ്രഭു. യെസ് മാ, സോറി മാതാജി, കേൾക്കാം. ഉണ്ട് ഉണ്ട് ഉണ്ട്. യശോദാ മാത ഭ്രാന്തിയെ പോലെ ആകുമെന്നാണ്. അപ്പൊ ആ ദുഃഖം പറയുമ്പോ അത് ആരെയും ബാധിക്കുന്നില്ല. അതായത് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആരെയും ബാധിക്കില്ല. അതേസമയം നമ്മളായി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ദുഃഖം നമ്മൾ പറയുമ്പോൾ അത് മറ്റാരെങ്കിലും ഒക്കെ വേദനിപ്പിക്കും. കാരണം ഇപ്പൊ ഞാൻ പറയാം എന്റെ അനുഭവം. ഞാൻ 12 വർഷം ഊട്ടിയും ഉറക്കിയും സേവ ചെയ്ത ഭഗവാന് കണ്ണനെ ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുമ്പോ എന്റെ ഹൃദയവേദന പറഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റാരെങ്കിലും ബാധിക്കും. പക്ഷെ ഇതൊന്നുമല്ല. അതുകൊണ്ട് ഈ ശ്ലോകം ഞാൻ വാങ്ങിച്ച് കുറെ പണിപ്പെട്ടിട്ടാ എനിക്ക് കിട്ടി. കുറെ ചോദിച്ചിട്ട് കിട്ടിയില്ല. അവസാനം ആനന്ദ സാർ പ്രഭു പറഞ്ഞു തന്നു, അർത്ഥം എന്റെ കൊച്ചുമോളും പറഞ്ഞു തന്നു. അപ്പൊ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഹൃദയവേദനകൾ വരുമ്പോ വേദനകൾ പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് മനുഷ്യന്റെ ജീവിതം. അതേസമയം ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ആരെയും അത് ബാധിക്കില്ല, അല്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മോളെ വിളിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ ക്ലാസ്സിന് കയറുന്നില്ല, കയറിയ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വല്ല വേദന, ആരുമല്ല വേദനയുടെ കാരണം ഞാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ദുഃഖവുമില്ല. ഹരേ കൃഷ്ണ, ഹരിബോൽ. ഹരേ കൃഷ്ണ. ഇതെന്താ മുമ്പേ പറഞ്ഞ ശ്ലോകം അതല്ലേ മാതാജി? 11-ാമത്തെ അധ്യായം സ്കന്ധം 11, 23, 42. ഹേതുർ ന ദേവതാത്മാഗ്രഹ കർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേദയത്. ഹരേ ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു മാതാജി. മാതാജി, നമുക്ക് ടൈമായി, ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ക്ലോസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ട്രാവലിംഗ് ആണെന്ന് തോന്നുന്നു. കേൾക്കാമോ പ്രഭുജി? ഇപ്പൊ കേട്ടോ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പ്രഭുജി വളരെ നല്ല ഗംഭീര ക്ലാസ് ആയിരുന്നു. നല്ല റിയലൈസേഷൻസും നാളുകളും ഒക്കെ നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. പിന്നെ നമ്മുടെ സുഗതേവ ഗോസ്വാമിയുടെ ഒരു കാര്യത്തിൽ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യട്ടെ? പറയണം പ്രഭു. സ്വാമി സ്വാമിയുടെ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ വേദങ്ങൾ മുഴുവൻ അതിനറിയാമെന്ന് പറയുന്നില്ല. കുറച്ച് ഭാഗം ഒഴിച്ച് കൂടുതലും ഭാഗം ഇതിനറിയാം എന്ന് സംഭവം പറയും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും എല്ലാം പാട്ട് നമുക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ ക്ലാസ് എടുക്കാന്ന് ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ സൂത ഗോസ്വാമിക്ക് പോലും എല്ലാവരും അറിയില്ല, ബാക്കി എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പരിപൂർണത എത്തിയിട്ട് എല്ലാം പഠിച്ചിട്ട് ഭാഗം നമുക്ക് പഠിക്കാനോ പറഞ്ഞു കൊടുക്കാനോ കഴിയില്ല. നമ്മള് ഈ ശ്ലോകത്തിൽ
ഹരേ കൃഷ്ണ. പ്രഭു ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. പ്രഭു ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. പ്രഭു ട്രാവൽ ആണെന്ന് തോന്നുന്നു. ക്ലിയർ ഒന്നാമത് ക്ലിയർ അല്ല. അദ്ദേഹം ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. പ്രഭു എനിക്ക് ഹരേ കൃഷ്ണ, കേൾക്കാമോ പ്രഭു? ഇപ്പൊ കേൾക്കാം പ്രഭു, ഇപ്പൊ കേൾക്കാം. പ്രഭു ട്രാവൽ ആണെന്ന് പറഞ്ഞു, തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആയോ? പ്രഭു പറഞ്ഞത് കേട്ടത് ഇപ്പൊ ഒരു പോയിന്റ് നമ്മള് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം പറയണം. എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കേണ്ട. ക്ലാസ് എടുക്കാനൊക്കെ നമ്മൾ എല്ലാം പഠിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുള്ളതിൽ നിൽക്കേണ്ട. സൂത ഗോസ്വാമിയുടെ ഒരു എക്സാമ്പിൾ പ്രൂവ് പറഞ്ഞത് അദ്ദേഹത്തിന് വേദങ്ങളും എല്ലാം കൃത്യമായി എല്ലാ സൈഡും അദ്ദേഹത്തിന് അറിയണമെന്നില്ലായിരുന്നു എന്നുള്ളൊരു പോയിന്റ് കേട്ട്. അതെ അതെ, അതൊരു പോയിന്റ്. ഇതേ ശ്ലോകത്തില് വേറൊരു ഡ്യൂട്ടി ക്ലാസ് എടുത്തതിന്റെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് സുഗത ഗോസ്വാമിയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, അദ്ദേഹം സുഖദേവ ഗോസ്വാമി ക്ലാസ് എടുത്തപ്പോ പരീക്ഷിത് മഹാരാജാവ് കേട്ടതിന്റെ കൂടെ ഇരുന്ന് കേട്ട ഒരാളാണ്. അപ്പൊ നല്ലൊരു ലിസണറിന് മാത്രമേ നല്ലൊരു സ്പീക്കർ ആവാൻ കഴിയുമെന്ന് സുഗത ഗോസ്വാമിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നല്ലൊരു ലിസണർ ആയാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു സ്പീക്കറും ആവാൻ കഴിയുമെന്ന് സുഗത ഗോസ്വാമിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ഒരു ഗുരു ആവുമ്പോൾ ഒരു ശിഷ്യനും കൂടെ ആവേണ്ടതുണ്ട്. അപ്പൊ നല്ലൊരു ശിഷ്യനായി സുഖദേവ് ഗോസ്വാമിയുടെ ക്ലാസ്സിൽ സ്റ്റുഡന്റ് ആയിരുന്ന സുഗത ഗോസ്വാമിയാണ് ഇപ്പോഴത്തെ സ്പീക്കറായി മാറിയിരിക്കുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, അതെ, നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം എന്ന് സുഗത ഗോസ്വാമി ഈ ക്ലാസിന്റെ ഇടയിൽ പറഞ്ഞിട്ടാണ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാല് സ്വന്തം കഴിവ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഭാഗവതം പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഗുരു പരമ്പരയെ നമ്മൾ സമർപ്പണം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതം സംസാരിക്കാൻ പറ്റൂ എന്ന് നാരായണ നമസ്കൃതം നരം ചൈവ നരോത്തമം എന്നുള്ള ശ്ലോകം പറയുന്നതോടുകൂടി സുഗത ഗോസ്വാമി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ഗുരു പരമ്പരയെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയും. അതേപോലെ മറ്റൊരു ശ്ലോകത്തിൽ സുഗത ഗോസ്വാമി നമ്മൾ പറഞ്ഞിരുന്നത്, വാസുദേവനാണ് എല്ലാം, വാസുദേവ പരംദേവ വാസുദേവ പരമഹി എന്ന് പറയുന്ന ആ ശ്ലോകത്തിലൂടെ എസൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളിന് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അപ്പോ സുഗത ഗോസ്വാമി എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഇങ്ങനെ ഒരുപാട് സുഗത ഗോസ്വാമിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ 3 ശ്ലോകത്തിലൂടെ പ്രധാനപ്പെട്ട 3 പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ ക്ലാസിന്റെ ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഞാൻ ഈ ക്ലാസ് എടുക്കാനായിട്ട് മാതാജി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ശ്ലോകം വായിച്ചപ്പോൾ പോയിന്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കുറെ റെഫർ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ പക്ഷെ ഞാൻ പ്രഭുവിനെ ഡയറക്റ്റ് വിളിക്കാനുള്ളതായിരുന്നു. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഒരുപാട് പോയിന്റുള്ള എന്നാൽ ഞാൻ കേട്ടതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി. കാരണം എല്ലാ ദിവസവും എല്ലാ ഡ്യൂട്ടീസ് ഈ ശ്ലോകങ്ങളിലെല്ലാം പഠിച്ചിട്ട് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വന്നാല് എല്ലാ ഓരോ പോയിന്റ് തരുമ്പോ മറ്റുള്ളവർക്കും അത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ ഐശ്വര്യയും നല്ലൊരു പോയിന്റ് പറഞ്ഞു. അപ്പൊ എല്ലാവരും എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും പോയിന്റ് പറയണം എന്നുള്ളതിന്റെ ഭാഗമായി പറയാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ പ്രഭുജി. ദയവായി ക്ഷമിച്ചാൽ. താങ്ക് യു പ്രഭുജി. ഗംഭീര ക്ലാസ്, വളരെ നല്ല. ഹരേ കൃഷ്ണ. മാജി നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യാം. ടൈം ക്ലോസ് ചെയ്യട്ടെ പ്രഭു? 9 മണിയായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, സമയം കൂടുതലായി. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.